അഭിനേത്രിയും ഡാൻസറുമായ ശോഭന മലയാളികൾക്കെല്ലാം പ്രിയങ്കരിയാണ്. മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം താരത്തിന് ലഭിച്ചിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ 18 എന്ന സിനിമയിലൂടെയായിരുന്നു ശോഭന ആദ്യമായി മലയാള സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് നടിക്ക് ധാരാളം കഥാപാത്രങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു. പത്മശ്രീ പുരസ്കാരം ലഭിച്ച നടിയാണ് ശോഭന. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളിലും തന്റേതായ മികവ് പുലർത്താൻ ശോഭനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നടിയുടെ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ അഭിനയം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഈ ചിത്രത്തിലെ നാഗവല്ലി എന്ന കഥാപാത്രം മലയാള ചരിത്രത്തിലെ എന്നെന്നും ഓർമ്മിക്കാവുന്ന ഒരു കഥാപാത്രമായിരുന്നു. ഇതിലെ ഡാൻസും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. നടൻ വിനീതിനെയും മലയാളികൾക്കെല്ലാം തന്നെ സുപരിചിതമാണ്. അദ്ദേഹവും അഭിനയത്തിൽ കൂടാതെ നൃത്തത്തിലും തന്റെ മികവ് പുലർത്തിയിട്ടുണ്ട്. നൃത്തം പരിശീലിപ്പിക്കുവാൻ വേണ്ടി പത്മിനിയും രാഗിണിയുമാണ് വിനീതിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നത്. നടി പത്മിനിയുടെ അനന്തരവനാണ് വിനീത്. 6-ാമത്തെ വയസ്സ് തൊട്ട് നൃത്തം അഭ്യസിച്ചിരുന്നു അദ്ദേഹം. നഗക്ഷതങ്ങൾ, സർഗം തുടങ്ങിയ സിനിമകളിലെല്ലാം തന്നെ മികച്ച കഥാപാത്രങ്ങൾ വിനീത് ചെയ്തിട്ടുമുണ്ട്. ലൂസിഫർ എന്ന സിനിമയിലെ വിവേക് ഒബ്രോയ് എന്ന നടന് ശബ്ദം കൊടുത്തത് വിനീതായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് വിനീതും ശോഭനയും തമ്മിൽ ബന്ധമുണ്ട് എന്ന വാർത്തയാണ്. നാളിത്രയായിട്ടും ഇവർ തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ടെന്നത് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അറിഞ്ഞതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇവർ രണ്ടുപേരും കുടുംബക്കാരാണ്. ശോഭനയും വിനീതും നൃത്തവേഷത്തിൽ നിൽക്കുന്ന ചിത്രമായിരുന്നു ശോഭന പങ്കുവച്ചത്. ശോഭനയുടെ കസിനാണ് വിനീതെന്നും പഴയ ആളുകൾക്കൊക്കെ ഇതറിയാമെന്നും ഇപ്പോഴത്തെ ആളുകൾക്ക് അങ്ങനെ അറിയില്ലെന്നും ശോഭന പറയുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതറിയാതിരിക്കാൻ കാരണം ശോഭനയും വിനീതും സിനിമയിൽ ഇപ്പോൾ സജീവമല്ലാത്തതുകൊണ്ടാണെന്നും അവർ പറഞ്ഞു. ഇവർ രണ്ടുപേരും ഇതുവരെയായിട്ടും നായകനും നായികയുമായി ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടുമില്ല എന്നും അവർ പറയുന്നുണ്ട്. വിനീത് മാത്രമല്ല, നടൻ കൃഷ്ണയും ശോഭനയുടെ കസിനാണ്. ശോഭന ലളിത, പത്മിനി, രാഗിണി സഹോദരിമാരുടെ മരുമകൾ കൂടിയാണ്. നടി സുകുമാരിയുടെ അച്ഛന്റെ ബന്ധു കൂടിയാണ് അവർ.